ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാൻ ഫ്രം ബാട്ടി കാലിക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നീറ്റ് MDS 2026 എക്സാം കഴിഞ്ഞ് ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റിസൾട്ട്സ് ഔട്ട് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി കാണാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് പാറ്റേൺ ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്തവണ എക്സ്പീരിയൻസ് ചെയ്തത്. 2025 കമ്പയർ ചെയ്യുന്ന സമയത്ത് 2026 എക്സാം ഒരു ടഫർ സൈഡിലാണെന്നുള്ളതാണ് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടത്. ഈവൻ നമ്മുടെ ഫാക്കൽറ്റീസും നമുക്കറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് കുറച്ചുകൂടി ടഫർ സൈഡ് ആയിരുന്നുവെങ്കിൽ പോലും ഇത്തവണ സ്കോർ വിസിസ് റാങ്ക് വന്ന സമയത്ത് കുട്ടികളെല്ലാവരും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒപ്പീനിയൻസ് ആണ് പറഞ്ഞത്. സോ അതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ബിഫോർ ദാറ്റ്, നീറ്റ് MDSൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഓൾസോ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെൻ്റൽ കോളേജസിൻ്റെ സീറ്റ്സുകൾ എത്രയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ MDSൻ്റെ കൗൺസിലിംഗ് പോകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തില്ല. സോ കമ്മിങ് ടു നമ്മുടെ കാര്യങ്ങളോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 2 നമ്മുടെ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തത്. യൂഷ്വലി ഉള്ളൊരു പാറ്റേണിലല്ല ഇത്തവണ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് അടക്കം വന്നത്. നമുക്ക് എന്താണോ NBAയുടെ സൈറ്റ്സിൽ അവൈലബിൾ ആയിരുന്നത്, 2 തീയതിയാണ് റിസൾട്ട്സ് വരുന്നതെന്ന് പറയുന്നത്, അതേ ഡേറ്റിലാണ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 2 നമ്മുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കമ്മിങ് ടു സ്കോർ കാർഡ്, കുട്ടികൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നിങ്ങളുടെ കയ്യിലെ സ്കോർ കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക ജൂൺ 10 സോ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്കോർ കാർഡ് എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും. സ്കോർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. കമ്മിങ് ടു നമ്മുടെ ഒരു റിയാലിറ്റി ചെക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഓൾ ഓവർ ഇന്ത്യ ഇത്തവണ 30,000+ നീറ്റ് MDS ആസ്പിറൻസ് ആണ് എന്ത് ചെയ്തത്, നീറ്റ് MDS 2026 എക്സാം അപ്പിയർ ചെയ്തതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യൂഷ്വലി നമ്മൾ കാണുന്ന പാറ്റേണിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് കുറച്ചും കൂടി അധികം സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണ നീറ്റ് MDS അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡെൻറ്റിസ്ട്രിയിലെ MDS എന്നുള്ള സ്പെഷ്യാലിറ്റിയുടെ ഇമ്പോർട്ടൻസും അവയർനെസ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഫ്യൂച്ചർ ആയിട്ടുള്ള ആസ്പിറൻസ് ഡെഫിനറ്റ്ലി ഒരു ഹയർ സൈഡിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യയിൽ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് MDS സീറ്റ്സ് എന്ന് പറയുന്നത് 7,300-ത്തിലധികം ഗവൺമെൻറ് സീറ്റ്സ് ആൻഡ് പ്രൈവറ്റ് സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾ ഓവർ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ട് 970 നോൺ ക്ലിനിക്കൽ ആൻഡ് ക്ലിനിക്കൽ MDS ഗവൺമെൻറ് സീറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലായിട്ട് 970 സീറ്റ്സുകളാണ് GDCയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മനസ്സിലാക്കുക. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓൾ ഇന്ത്യ കോട്ട വഴി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ്സ് നടക്കുക, സ്റ്റേറ്റ് കോട്ട അലോട്ട്മെൻറ്റ്സും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ്സും ഉണ്ടാവും. സോ 485 സീറ്റ്സുകൾ, ഏകദേശം 485 സീറ്റ്സുകളാണ് ഓൾ ഓവർ ഇന്ത്യ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ പോകുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലോട്ടൊക്കെ വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30-ലധികം കുട്ടികളാണ് ഒരു ഗവൺമെൻറ് MDS സീറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതിൽ തന്നെ കൗണ്ട് പ്രപ്പോർഷനായിട്ട് നോക്കുകയാണെങ്കിൽ 30-ലധികം കുട്ടികൾക്കാണ് ഒരു ഗവൺമെൻറ് MDS സീറ്റ്സ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. 30 പേര് എല്ലാവരും പഠിക്കണമെന്നൊന്നുമില്ല, ബട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു സീറ്റ്സ് അവിടെ അവൈലബിൾ ആണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇത്രയും ഹാർഡറായിട്ടുള്ള ഒരു ഗവൺമെൻറ് MDS സീറ്റ്സ് കിട്ടാൻ വളരെ ഹാർഡറായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കും. ബട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളരെ ആക്റ്റീവ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ലൊരു ഗവൺമെൻറ് സീറ്റ്സിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. സോ കമ്മിങ് ടു അനദർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലോട്ടൊക്കെ വരികയാണെങ്കിൽ, റിമൈനിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഒരു 85% ഓഫ് നീറ്റ് MDS ആസ്പിറൻസ് അല്ലെങ്കിൽ നീറ്റ് MDS അപ്പിയർ ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ്, ഡീംഡ് ആൻഡ് അതർ സ്റ്റേറ്റ് കോട്ട സീറ്റ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫില്ല് ചെയ്ത് പോകുന്നതിലും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. സോ കമ്മിങ് ടു റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്കോർ കാർഡ് അവൈലബിൾ ആവുന്നുണ്ടാവുക ജൂൺ 10 സോ സ്കോർ കാർഡ് ജൂൺ 10 നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മിഡ് ജൂൺ ആസ് പെർ MCCയുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത്, ഓൾ ഇന്ത്യ കോട്ടയിലോട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് ജൂണിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് റൗണ്ട് ഓഫ് സീറ്റ്സ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ജൂൺ അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. ജൂലൈയിലാവും സെക്കൻഡ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓഗസ്റ്റിലാവും മോപ്പ് ആൻഡ് സ്റ്റേ റൗണ്ട്സ് അവൈലബിൾ ആവുന്നുണ്ട്. സോ നമുക്ക് അലോട്ട്മെന്റ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ട് അവൈലബിൾ ആവുന്നുണ്ടാവും. ആൻഡ്
സെക്കൻഡ് റൗണ്ട് അവൈലബിൾ ആവുന്നുണ്ടാവും. ആൻഡ് തേർഡ് റൗണ്ട് ഓർ മോപ്പപ്പ് റൗണ്ട് എന്ന രീതിയിലാവും എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് പറയുന്നുണ്ടാവുക. ഫൈനലായിട്ട് സ്ട്രേ വാക്കൻസി റൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, അനൗൺസ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയാണ് ഒരു MDSൻ്റെ അലോട്ട്മെൻറ്റ്സ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻ ബിറ്റ്വീൻ 50% സീറ്റ്സുകളാണ് ഓൾ ഓവർ ഇന്ത്യ MCCയുടെ സൈറ്റ്സ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവൈലബിൾ ആവുന്നുണ്ടാവുക. റിമൈനിങ് 50% ഓഫ് സീറ്റ്സ് അതത് സ്റ്റേറ്റ് കോട്ടയുടെ മെഡിക്കൽ കമ്മീഷൻ വഴിയാവും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫില്ല് ചെയ്യുന്നുണ്ടാവുക. സോ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യുന്നുണ്ടാവും, കേരള റൗണ്ട് 1, കേരള റൗണ്ട് 2, കേരള മോപ്പപ്പ് ആൻഡ് കേരള സ്റ്റാക്ക് വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ടാവും, അവൈലബിൾ ആവുന്നുണ്ടാവും. സോ യൂഷ്വലി നമ്മൾ കാണുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 1 കഴിഞ്ഞതിന് ശേഷവും കേരള അലോട്ട്മെൻറ്റ് 1 വരിക, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 2 കഴിഞ്ഞതിന് ശേഷം കേരള അലോട്ട്മെൻറ്റ് 2 വരിക. ഈ ഒരു പാറ്റേണിലാവും എന്ത് ചെയ്യുന്നുണ്ടാവുക, അലോട്ട്മെൻറ്റ്സ് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ 50% സീറ്റ്സ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി, 50% സീറ്റ്സ് നമ്മുടെ കേരള അലോട്ട്മെൻറ്റ് വഴിയാവുന്നുണ്ടാവും, ഫില്ല് ആവുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. നിങ്ങളുടെ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ആൻഡ് സ്കോർ കാർഡാണ്. സ്കോർ കാർഡ് ജൂൺ 10 നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. നിങ്ങൾ സൈറ്റ്സ് കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി വരും. ഓൾസോ നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്ത അഡ്മിറ്റ് കാർഡും എന്ത് ചെയ്യുന്നുണ്ട് വരും, നിങ്ങൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സിന് സമയത്ത് ആവശ്യം ഉണ്ടാകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം BDS ഡിഗ്രി ആൻഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഓൾസോ CRRI, നിങ്ങൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത, നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തത് അതിൻ്റെ CRRI നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. ഓൾസോ ഡെന്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ, അത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഡെന്റൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഓൾസോ എല്ലാ വർഷത്തെയും മാർക്ക് ലിസ്റ്റുകൾ, BDS ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള മാർക്ക് ലിസ്റ്റുകൾ നിങ്ങൾ എടുത്ത് വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റി കാർഡ്, നിങ്ങൾ ഏത് ഐഡൻറ്റി കാർഡാണോ അപ്ലൈ ചെയ്തത് അത് വെച്ചിട്ട് ഐഡൻറ്റി കാർഡ് നിങ്ങളുടെ കയ്യിൽ ആവശ്യം ഉണ്ടാവുന്നുണ്ടാവും. ഓൾസോ കാറ്റഗറി ആൻഡ് PWD സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാറ്റഗറി റിസർവേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടി വരും. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള PWD റിസർവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ നീണ്ടു വരും, പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഓൾസോ റീസെൻ്റ്ലി നിങ്ങൾ കയ്യിൽ യൂസ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഇൻ ബിറ്റ്വീൻ പല സമയങ്ങളിലായിട്ടാവും അലോട്ട്മെൻറ്റ്സും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും നടക്കുക. സോ ഇപ്പോൾ ഒരു ഫ്രീ ആയി ടൈമാണ്, നിങ്ങൾക്ക് എല്ലാം ഇത് ശേഖരിച്ച് ഒരു ഫയലിലാക്കി ഇത് കീപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ വരും. കമ്മിങ് ടു കൗൺസിലിംഗ് പിറ്റ്ഫോൾസ്, യൂഷ്വലി പിള്ളേർ വരുത്തി വെക്കുന്ന കൗൺസിലിംഗ് പിറ്റ്ഫോൾസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഡ്രീം കോളേജ് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. MDS പോലത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മോർ ദാൻ കോളേജിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്, കോളേജിനേക്കാളും വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് വാല്യൂ കൊടുക്കേണ്ടത്. നിങ്ങൾ മനസ്സിലായി, ഇതൊരിക്കലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. നിങ്ങളൊരു 10 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതൊരു സ്റ്റേറ്റിലാണ് നിങ്ങളെ കാണേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സോ അവിടെ നിങ്ങൾക്ക് മേ ബി കോളേജിനെ സാക്രിഫൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങൾ 10 ഇയർ കഴിഞ്ഞ് വളരെ ആക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡ്രീം ബ്രാഞ്ചിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ PG സീറ്റ്സ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ എൻഷുർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ആക്റ്റീവ്ലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, PG പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുള്ളത് വളരെ മനസ്സിലാക്കാം. ഓൾസോ സ്റ്റേറ്റ് കോട്ടയുടെ അഡ്വാൻറ്റേജസ് യൂഷ്വലി പിള്ളേർ മറന്നു പോകുന്നു. കാര്യം എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് മാത്രമാണുള്ളതാണ്. ഓരോ സ്റ്റേറ്റിനും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് കോട്ട അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി കേരളൈറ്റ്സിന് കേരള സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. സോ ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഓൾ ഇന്ത്യൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവും, അലോട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ടാവും. സോ അതും നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റേറ്റ് കോട്ട അഡ്വാൻറ്റേജസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതും നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ റിസർവേഷൻസ് ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി SC, ST, EWS, EWS കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് കേരളത്തിൽ ഒരു പ്രൈവറ്റ് ഡെൻ്റൽ കോളേജസിലും ഫീസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രീം ആയിട്ടുള്ള ബ്രാഞ്ച് നിങ്ങൾക്ക് ഫീസ് ഇല്ലാണ്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ്, നിങ്ങൾ മോപ്പപ്പ് പോലത്തെ അല്ലെങ്കിൽ സ്ട്രേ പോലത്തെ റൗണ്ടുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇത് വളരെ ഇതിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ പഴയ റാങ്ക് ലിസ്റ്റുകളും പ്രീവിയസ് ആയിട്ടുള്ള റാങ്കുകൾ എങ്ങനെയാണ് പോയതെന്ന ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെ സീറ്റ്സ് ഫില്ല് ചെയ്യാൻ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 റൗണ്ടുകളാണ് മോപ്പപ്പ് ആൻഡ് സ്ട്രേ റൗണ്ട്സ്. സോ അതിനെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. സോ നിങ്ങൾ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള, കുറച്ചും കൂടി ഇൻ്റലിജൻസ് ആയിട്ടുള്ള തീരുമാനങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സമയമാണ് മോപ്പപ്പ് ആൻഡ് സ്ട്രേ റൗണ്ടുകൾ. നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നിങ്ങളുടെ കാറ്റഗറി ചോയ്സുകൾ നിങ്ങൾ പ്രോപ്പർലി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡ്രീം സീറ്റിന് വേണ്ടി പല രീതിയിലുള്ള ട്രിക്കുകളും അതുപോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് നിങ്ങൾ പ്രീവിയസ് ഇയർ
ട്രെൻഡുകൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോ ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ അത്ര അലേർട്ട് ആയിരിക്കില്ല ഓരോ കൗൺസിലിംഗ് ഡേറ്റുകൾ എന്നാണ് പ്രഖ്യാപിക്കുന്നത്, ഓരോ കാര്യങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അലേർട്ടുകൾ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ മിസ് ചെയ്ത് പോകാറുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾസോ കൗൺസിലിങ്ങിൻ്റെ രീതികൾ, ഓരോ റൗണ്ടും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതികൾ NBE പോസ്റ്റ് ചെയ്യാനുണ്ട്, MCCൻ്റെ സൈറ്റ്സിൽ വരാനുണ്ട്. റൗണ്ട് 1 സീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, റൗണ്ട് 2 സീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് പോവോ, അങ്ങനത്തെ രീതിയിലുള്ള പല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് വരാണ്ട് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾസോ പൂവർ ആയിട്ടുള്ള ചോയ്സ് ഫില്ലിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ മേ ബി നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടാവും, നിങ്ങൾ ആ റാങ്ക് ബേസ് ചെയ്യാതെ നിങ്ങൾ നോൺ ക്ലിനിക്കലൊക്കെ കൊടുത്ത് ക്ലിനിക്കൽ കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ റാങ്കുകളൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ചോയ്സ് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അതിൽ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾ എത്രത്തോളം ഇൻ്റലിജൻ്റ് ആവുന്നു, എത്രത്തോളം അലേർട്ട് ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ബെറ്റർ റാങ്കുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സീറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ട്രാറ്റജികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിലുള്ള റാങ്കേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കിലുള്ള റാങ്കേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൗൺസിലിംഗ് സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഫൈനലായിട്ടുള്ള ഒരു സമയത്തോട്ട് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് റാങ്ക് പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബിലോ 500 ആണെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു ഗവൺമെൻറ് MDA സീറ്റ്സ് ഓൾ ഓവർ ഇന്ത്യ എവിടെയെങ്കിലും ഒരു ക്ലിനിക്കൽ ഓർ നോൺ ക്ലിനിക്കൽ സീറ്റ്സ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു ലെസ് ദാൻ ഒരു 5,000 താഴെയാണെങ്കിൽ, ഒരു 9,000 അല്ലെങ്കിൽ ഒരു 800 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്ലിനിക്കൽ സീറ്റ്സ് ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും ഒരു നോൺ ക്ലിനിക്കൽ സീറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു 1000 മുതൽ 2000 വരെയൊക്കെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സീറ്റ്സിലോട്ടാണ് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതും നല്ല സ്പെഷ്യാലിറ്റികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഓൾസോ റിസർവേഷൻസ് ഉള്ള കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 1,500 to 2,000 വരെയൊക്കെ റിസർവേഷൻസ് പോകാറുണ്ട്. സോ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഇയറിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൻ്റെ ട്രെൻഡുകളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് NEET MDSൻ്റെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു 1, 2, 3 സീരീസുകളായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റുള്ള സീരീസാണ് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. രണ്ടാമതൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും റാങ്ക് ട്രെൻഡുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് റാങ്ക് ട്രെൻഡുകൾ ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ വീഡിയോ. തേർഡ് വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് ഓവർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൗൺസിലിംഗ് എങ്ങനെയാണ്, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 1, 2, 3 എങ്ങനെയാണ്, കേരള അലോട്ട്മെൻറ്റ് 1, 2, 3 എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. സോ നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓൾ ദി ബെസ്റ്റ്.